കേരള സർവകലാശാലയുടെ ഫണ്ട് ഡോളറാക്കി വിദേശത്തേക്ക് കടത്തുന്ന ഒരു ഏജൻസി സർവകലാശാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സിൻഡിക്കേറ്റിലെ ചില അംഗങ്ങളുടെ ഒത്താശയോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ദേശീയ താല്പര്യവും ഇല്ലാത്ത, രാജ്യ താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ് സെൻറ്റർ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. അതിനുവേണ്ടി 2 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കേരള സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുകയാണ്. രജിസ്ട്രാർക്ക് പോലും 10,000 രൂപ സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമില്ലാതിരിക്കുമ്പോൾ ഒരു പ്രൊഫസർ 20,000 രൂപയ്ക്ക് പകരം $20,000 കൊടുക്കാൻ തീരുമാനിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അന്വേഷിക്കണം. ഇത് CPM അറിഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്. നമസ്കാരം. കേരള സർവകലാശാലയുടെ ഫണ്ട് ഡോളറാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണിപ്പോൾ പുറത്ത് വരുന്നത്. സത്യത്തിൽ ഈ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം, കേരള സർവകലാശാല അന്താരാഷ്ട്ര തട്ടിപ്പ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ RS ശശികുമാർ. ശബരിമലയിലെ സ്വർണം ചെമ്പാക്കി തട്ടിപ്പ് നടത്തുന്നതിന് സമാനമായി ഇപ്പോൾ കേരള സർവകലാശാലയുടെ ഫണ്ട് ഡോളറാക്കി വിദേശത്തേക്ക് കടത്തുന്ന ഒരു ഏജൻസി സർവകലാശാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിൻ്റെ മിനിറ്റ്സിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഈ സംഭവം നടന്നിട്ട് 3 വർഷമായി. ഇതേവരെ ഈ തട്ടിപ്പ് മൂടി വച്ചിരിക്കുകയായിരുന്നു. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ചില അംഗങ്ങളുടെ ഒത്താശയോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുള്ള മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിഭിന്നമാണ്. കാരണം ഇന്ത്യയിലെ BJPയോ കോൺഗ്രസ്സോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും അതേപോലെ തെലങ്കാന തുടങ്ങിയ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക പാർട്ടികളും അവർക്ക് പ്രാദേശിക താല്പര്യങ്ങളാകാം. കോൺഗ്രസ് BJP തുടർന്നവർക്ക് ദേശീയ താല്പര്യമാകാം. പക്ഷേ യാതൊരു ദേശീയ താല്പര്യവും ഇല്ലാത്ത, രാജ്യ താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. കാരണം അവരുടെ താല്പര്യം മറ്റ് രാജ്യങ്ങളുമായിട്ടാണ്. ഇപ്പോൾ കേരള സർവകലാശാലയിൽ ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ് സെൻറ്റർ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. അതിനുവേണ്ടി 2 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കേരള സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുകയാണ്. സാധാരണ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകൾ ശ്രീനാരായണ സെൻറ്റർ, ചട്ടമ്പിസ്വാമി സെൻറ്റർ എന്ന് പറയുന്നതിന് പരമാവധി 4 ലക്ഷം രൂപയാണ് ഫണ്ടായിട്ട് അനുവദിച്ചപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സെൻറ്ററിന് 2 കോടി രൂപ കഴിഞ്ഞ നമ്മുടെ ധനമന്ത്രി ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയുടെ സംസ്കാരവും അവിടുത്തെ വിദ്യാഭ്യാസവും കേരളത്തിന് സമാനമാണ്. അവിടെ രാഷ്ട്രീയവും നമ്മുടെ സമാനമാണ്. ശരിയാണ്, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വിദ്യാഭ്യാസ രംഗത്ത് അവർ വളരെ പിന്നോക്കമാണ്. അവരുമായിട്ടൊരു കൾച്ചറൽ എക്സ്ചേഞ്ച്, ഒരു വിദ്യാഭ്യാസ എക്സ്ചേഞ്ച് നടത്തിയിട്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് വലിയ മെച്ചം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ചിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെയും അതുപോലെ സമ്പത്തും ആ രാജ്യങ്ങളിലേക്ക് അയക്കുക എന്നുള്ളൊരു ഗൂഢ ഉദ്ദേശം CPMനുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ അടുത്ത കാലത്ത് കേരള സർവകലാശാലയിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ സംഘടിപ്പിച്ചു. ആ സെമിനാറിൽ ബ്രസീലിലുള്ള ഒരു ജേർണലിസ്റ്റ് പങ്കെടുക്കുന്നു. ആ ജേർണലിസ്റ്റിൻ്റെ ബയോഡേറ്റ പരിശോധിച്ചപ്പോൾ അയാൾ ഒരു അക്കാഡമിഷ്യനല്ല, അയാൾക്കൊരു PhD ഇല്ല, അയാളുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഗവേഷണ പ്രബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെയുള്ള ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറെ ഇവിടെ പ്രസംഗിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ആ ലെക്ചർ നടത്തുന്നതിന് 20,000 രൂപ കൊടുക്കുന്നു എന്നാണ് സർവകലാശാല രേഖയിലുള്ളത്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയെന്ന് വെച്ചാൽ 20,000 രൂപ എന്ന് പറയുമ്പോൾ
പരമാവധി $230 US ഡോളറാണ് നൽകേണ്ടത്. അതിന് പകരം കേരള ഫണ്ടിൽ നിന്ന് $20,000, അതായത് ഏകദേശം 17 ലക്ഷം രൂപ ഈ 1 മണിക്കൂർ പ്രസംഗിച്ച ആ ജേർണലിസ്റ്റിന് കൈമാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് സർവകലാശാല രജിസ്ട്രാറോ ഫൈനാൻസ് ഓഫീസറോ വൈസ് ചാൻസലറോ അറിയാതെ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രൊഫസർ, അദ്ദേഹത്തിന് ഇതിനുള്ള എന്ത് അധികാരമാണുള്ളത്? രജിസ്ട്രാർക്ക് പോലും 10,000 രൂപ സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമില്ലായിരിക്കുമ്പോൾ ഒരു പ്രൊഫസർ 20,000 രൂപയ്ക്ക് പകരം $20,000 കൊടുക്കാൻ തീരുമാനിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അന്വേഷിക്കണം. ഇത് ബാങ്ക് നടത്തിയ കൃത്രിമമാണോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നടത്തിയ കൃത്രിമമാണോ എന്ന് അന്വേഷിക്കാൻ 3 കൊല്ലമായിട്ട് അവർ കണ്ടെത്തിയിട്ടില്ല. ഇതിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഈ പണം ബ്രസീലിലുള്ള ഈ പ്രഭാഷണം നടത്തിയതിനല്ല, അദ്ദേഹത്തിൻ്റെ കൺസൾട്ടൻറ്റിന് അയച്ചു കൊടുത്തേക്കുന്നത്. അത് തന്നെ നിയമവിരുദ്ധമാണ്. ആരാണോ ലെക്ചർ നടത്തുന്നത് ആ ആളിൻ്റെ പേരിലാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അതുപോലെ പകരം വേറൊരു കൺസൾട്ടൻറ്റ് കൊടുത്തു. ആ കൺസൾട്ടൻറ്റ് US കാരനാണ്. ഒരു US സിറ്റിസൺ ഇവിടെ നിന്ന് പൈസ അയച്ചിരിക്കുന്നു. ഇത് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള പ്രൊഫസർ ചുമതലയുള്ള ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഈ സെൻറ്ററിൻ്റെ ഡയറക്ടർ ബ്രസീൽ സന്ദർശിച്ച് അദ്ദേഹത്തെ കണ്ട പണം തിരിച്ചടപ്പിച്ചു എന്നാണ് പറയുന്നത്. പകരം അദ്ദേഹത്തിന് കൊടുക്കേണ്ട 20,000 രൂപ കൈമാറിയെന്ന്. അതിന് അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? ഒരു വിദേശ പൗരന് ഇന്ത്യക്കാരനായൊരു പ്രൊഫസർക്ക് രൂപ കൈമാറാൻ എന്ത് അവകാശം? ആരദ്ദേഹത്തെ ചുമതലപ്പെടുത്തി? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ 2 കോടി രൂപ അത് സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെലവിടാൻ സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഒത്താശയോടുകൂടി ഈ പ്രൊഫസർ തയ്യാറായെങ്കിൽ ഇത് CPM അറിഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്. ഇത് വാസ്തവത്തിൽ ഇത് നാഷണൽ ലെവലിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, ഈ വിവരം കഴിഞ്ഞ 2023 നടന്ന സംഭവം 2024 സിൻഡിക്കേറ്റ് അറിയുന്നു. സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി അയക്കുന്നു. CPMൻ്റെ നേതാക്കളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു അഡ്വക്കേറ്റ് മുരളീധരൻ പിള്ള, യുവജന നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, അതേപോലെ തന്നെ അധ്യാപക സംഘടനാ നേതാവ്, CPMൻ്റെ ഒരു അധ്യാപക സംഘടനാ നേതാവുണ്ട്. അദ്ദേഹമാണ് ഈ അവിടെയുള്ള അധ്യാപക നിയമനങ്ങൾക്കെല്ലാം പണം വാങ്ങി നിയമനം കൊടുക്കുന്നതിൻ്റെ ഏജൻറ്റായി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമുള്ള ആളാണ്. അദ്ദേഹം ഉൾക്കൊള്ളുന്ന 3 അംഗ കമ്മിറ്റി ഇത് ഈ 24 ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിൽ അതിനുവേണ്ടി കമ്മിറ്റി അംഗീകരിച്ചെങ്കിൽ അതിനനുസരിച്ച് അന്വേഷണം നടത്തണ്ടേ? ഈ 2025 ഡിസംബറായിട്ടും അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 24 ഡിസംബർ 24 കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്യണോ എന്നുള്ള റിപ്പോർട്ട് കൊടുത്തേക്കുകയാണ്. അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഓംബുഡ്സ്മാനെ കണ്ടു എന്ന് പറയുന്നു. ഓംബുഡ്സ്മാനെ കണ്ട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടേണ്ടത് വൈസ് ചാൻസലറോ രജിസ്ട്രാറോ അല്ലേ? അവരാരും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ സർവകലാശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പ് ഇതൊരു രാജ്യാന്തര തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. സർവകലാശാലയിൽ രാജ്യാന്തര തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാർ ഇടപെടണം. ഈ വക കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള നിവേദനമാണ് ഞാനിന്ന് ഗവർണർക്ക് നൽകിക്കൊടുത്തത്. ഗവർണറുടെ ഉത്തരവാദിത്വമാണ്. വാസ്തവത്തിൽ ഈ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള അധ്യാപകരാരാണോ അധ്യാപകരെ പിരിച്ചുവിട്ടുകൊണ്ട്, അതല്ല ബാങ്കിലാണ് കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ പുറത്ത് നടപടിയെടുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം.